ഈ കഴിഞ്ഞ ഒരു കൊല്ലത്തിനിടയിൽ മാത്രം കേരളത്തിൽ നടന്നിട്ടുള്ള ഗുണ്ട ആക്രമണങ്ങൾ എത്രയാണ് എന്നുള്ള കാര്യം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. ഇപ്പോ ഇപ്പൊ ഈ ലാസ്റ്റ് നടന്നിരിക്കുന്ന ഗുണ്ട ആക്രമണം നമ്മൾ ഇന്ന് കാണുന്ന തരത്തിൽ ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ആ CCTV ഫുട്ടേജ് പറഞ്ഞ് പുറത്തു വരികയും ഇപ്പൊ ജോർജ് സാർജ് പറഞ്ഞതുപോലെ തന്നെ അത്രയും നിഷ്ഠൂരമായി അത് തല്ലിക്കൊല്ലുന്ന ഒരു കാഴ്ച നമ്മൾ കേരളം കാണുകയും ചെയ്തുകൊണ്ട് മാത്രമാണ് അതിന്റെ ഒരു അതിന്റെ ഒരു വ്യാപ്തി നമുക്ക് മനസ്സിലാവുകയും അതിന്റെ ഒരു ക്രൂരതയെക്കുറിച്ച് നമ്മൾ തിരിച്ചറിയുകയും അത് ചർച്ച ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇങ്ങനെയൊന്നും ഉണ്ടായില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നമ്മൾ എവിടെയോ ആരൊക്കെയോ തമ്മിൽ ഏറ്റുമുട്ടി അതിന്റെ പേരിൽ മറ്റു കുറച്ച് പേര് ചേർന്ന് ഒരാളെ തല്ലിക്കൊന്നു എന്നുള്ള വളരെ നോർമൽ സീരീസ് അതിനെ കടന്നു പോകുന്ന ഒരു സാഹചര്യം വന്നേ. ഈ മാസം പോലും ഇത് രണ്ടാമത്തെ ഗുണ്ടാക്രമണമാണ്. വെറും ഒരാഴ്ചക്കിടയിൽ സംഭവിച്ചിരിക്കുന്ന രണ്ടാമത്താണ്. ഒരാഴ്ചയായിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ചൊവ്വരയിലോ മറ്റോ അല്ലെ ആലുവയില് ഒരു ഗുണ്ട ആക്രമണം വീട് കയറി അടിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത്. അതുപോലെ തന്നെ തലശ്ശേരിയിലെ ഒരു കൊല്ലമേ ആകത്തുള്ളൂ താമരശ്ശേരിയിലെ വീട്ടിൽ കയറി ഗുണ്ടകൾ ആക്രമിക്കുന്നത് 6 പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. അത് പോലീസ് കണ്ടു നിൽക്കുകയാണ്. അപ്പൊ കേരളത്തില് വ്യാപകമായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടന്നു വരികയാണ്. തിരുവോണത്തിന്റെ സമയത്ത് തൃശ്ശൂരില് പറയുന്ന പോലെ ഗുണ്ടാക്രമണം നടന്നു, 2 പേര് കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. ഇത് കഴിഞ്ഞ ഒരു കൊല്ലത്തിനിടയിൽ വളരെ കാര്യപ്പെടും. ഒരു കൊല്ലത്തിനിടയിൽ എന്ന് പറഞ്ഞാൽ ഒരു കൊല്ലത്തിന് മുമ്പ് ഇത് ഉണ്ടായിരുന്നില്ല എന്നുള്ളതല്ല. ഒരു കൊല്ലത്തിനിടയിൽ ഇത് നമ്മൾ ഒരുപാട് വാർത്തകൾ ഇങ്ങനെ കണ്ടുപോകുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടുവരികയാണ്. ഇന്നത്തെ ആർക്കാണ് ഉത്തരവാദിത്വം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരോടാണ് പറയുക? എന്തായാലും പൊതുജനത്തിനാണ് ഇതിന്റെ ഉത്തരവാദിത്വം നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. തീർച്ചയായിട്ടും അത് പോലീസിന് തന്നെയാണ്. പോലീസിന് എന്ന് പറയുമ്പോൾ ആ പോലീസ് സംവിധാനത്തിനെ കൃത്യമായിട്ട് കൊണ്ടുപോകേണ്ട ആരാണ്? അതിനെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യേണ്ട ആരാണ്? ഇതൊക്കെ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം കൃത്യമായിട്ട് പരിശോധിക്കേണ്ട ആരാണ്? ഇവിടുത്തെ ആഭ്യന്തര മന്ത്രാലയമാണ്. ആഭ്യന്തരമന്ത്രിയാണ്. ആഭ്യന്തരമന്ത്രി ടൂറിലാണ്. 16-19 ദിവസത്തേക്ക് അദ്ദേഹം ഫാമിലിയെ മൊത്ത് അദ്ദേഹം ടൂർ പോയിരിക്കുകയാണ്. പകരം ചുമതല പോലും മറ്റൊരാൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടില്ല. അത് ഒരു വശം. രണ്ടാമത്തെ ഒരു വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഈ അരാജകവാദികളെ വല്ലാത്ത രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമീപനമാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കേരളത്തിൽ നമ്മൾ കണ്ടുവരുന്നത്. അത് പലപ്പോഴും സർക്കാർ സ്പോൺസേർഡ് ആയിട്ട് തന്നെ നടന്നു വരുന്നു എന്നുള്ളതാണ്. വെറുതെ മറ്റേ കുറെ ലഘുലേഖകൾ അടിച്ചു വെച്ചിട്ട് ഈ പറയുന്ന ഡ്രഗ്സിനെതിരായിട്ടും ലഹരിക്കെതിരെ എന്നൊക്കെ പറഞ്ഞ് 4-5 ക്യാമ്പയിൻ നടത്തുന്നത് കൊണ്ട് മാത്രം ആയിട്ടില്ല. പകരം എന്താണ് ചെയ്യേണ്ടത്? വളരെ കൃത്യമായിട്ട് അതിന്റെ അകത്ത് കോമ്പിംഗ് ഓപ്പറേഷൻസ് നടക്കണം. അതിനകത്ത് കൃത്യമായിട്ട് കുട്ടികൾക്കിടയിൽ ബോധവൽക്കരണം പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ എത്തണം. അതിന് പകരം നമ്മുടെ കേരളത്തിന്റെ സാംസ്കാരിക നിലയെ മൊത്തത്തിൽ മാറ്റിമറിച്ചുകൊണ്ട് വരികയാണ്. ഇന്ന് നമുക്ക് സ്കൂളുകളിലോ കോളേജുകളിലോ അധ്യാപകർക്ക് കൃത്യമായിട്ട് വിദ്യാർത്ഥികളെ ഗുണദോഷിക്കുന്നതിനോ അവരെ ഒരു കാര്യം പറഞ്ഞ് തിരുത്തുന്നതിനോ സാധിക്കുന്ന തലത്തിലല്ല സാഹചര്യങ്ങൾ പോകുന്നത്. കുറച്ച് നാളുകൾക്ക് മുമ്പ് 2-3 വർഷങ്ങൾക്ക് മുമ്പ് 10ാം ക്ലാസ് പരീക്ഷാ സമയത്ത് വിദ്യാർത്ഥികൾ അധ്യാപകരുടെ കാലുതൊട്ട് വന്ദിച്ചു എന്ന് പറഞ്ഞിട്ട് മറ്റൊരു അധ്യാപിക എന്ന് വിളിക്കപ്പെടുന്ന ഒരാൾ വന്ന് വലിയ പ്രശ്നം കേരളത്തിന്റെ പൊതു സാമൂഹിക മണ്ഡലങ്ങളിൽ ഉണ്ടാക്കുന്നത് കണ്ടായിരുന്നു. എന്താണ് ഇത് ചെയ്യുന്നത്? ഇത് എന്ത് തരം സംസ്കാരമാണ് എന്നൊക്കെ ചോദിച്ചിട്ട്. അതായത് അധ്യാപകരെ ബഹുമാനിക്കപ്പെടേണ്ടവരല്ല, മാതാപിതാക്കളെ ബഹുമാനിക്കപ്പെടേണ്ടവരല്ല, ഇത്തരത്തിലുള്ള അൾട്രാ ലെഫ്റ്റ് ലിബറലിസം നമ്മുടെ കുട്ടികളുടെ തലയിലേക്ക് കയറ്റി വെക്കുകയാണ്. എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അരാജകവാദികളുടെ സമൂഹത്തെ സൃഷ്ടിക്കുന്നത് തങ്ങളുടെ ഇടത് രാഷ്ട്രീയത്തിന് ഗുണകരമാകും എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം ബോധപൂർവം ചെയ്യുന്നത് തന്നെയാണ്. അതിന്റെ തിക്തഫലങ്ങളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് പൊതുസമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെയൊക്കെ ഉത്തരവാദിത്വം ആർക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വെറുതെ അങ്ങനെ കൈ കഴുകി പോകാനൊന്നും പറ്റില്ല. ഇപ്പോഴത്തെ സ്കൂളുകൾ ഇങ്ങനെ, ഇപ്പോഴത്തെ കോളേജുകൾ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴത്തെ സ്കൂളിനും ഇപ്പോഴത്തെ കോളേജിനും ഒന്നും കൊമ്പ് മുളച്ചൊന്നും അല്ല. അവർ പുതിയതായിട്ട് ഇങ്ങനെ ആകാൻ വേണ്ടിയിട്ട് ഇത്രയധികം തലമുറകൾ കടന്നു തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ സ്കൂളുകളിലെയും കോളേജുകളിലെയും കുട്ടികളെ വഴിതെറ്റിക്കുവാൻ വേണ്ടിയിട്ട് ഒരു അൾട്രാ ലെഫ്റ്റ് ലിബറലിസത്തിന്റെ ഭാഗത്ത് നിന്ന് ബോധപൂർവമായിട്ടുള്ള ഒരു ശ്രമമുണ്ട്. ആ ശ്രമത്തിന്റെ പുറകിൽ കൃത്യമായിട്ട് രാഷ്ട്രീയമായിട്ടുള്ള പ്രൊട്ടക്ഷനും കൊടുക്കുന്നുണ്ട്. ആ രാഷ്ട്രീയമായ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതിന്റെ പേരിൽ തന്നെയാണ് കുട്ടികൾ ഇങ്ങനെ ആകുന്നത്. കുട്ടികൾക്ക് നേരെ ഒന്ന് നോക്കി പേടിപ്പിച്ചു കഴിഞ്ഞാൽ ചില പ്രത്യേക യൂണിയനുകളും പല പ്രത്യേക സംവിധാനങ്ങളും ഒക്കെ വരികയും ഇതിന് മുഴുവനും മറപിടിച്ചു കൊടുക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. കേരളത്തിൽ ഇതൊക്കെ വളരെ കാര്യമായിട്ട് സംഭവിക്കുന്നുണ്ട്. ഇതൊക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഞാൻ പറയുന്നത് ഇതൊക്കെ ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് എന്ന് പറയുന്ന പോലത്തെ സാധനം മാത്രമാണ്. മഞ്ഞമലയുടെ അറ്റം മാത്രമേ കേരളം കണ്ടിട്ടുള്ളൂ. കാണാൻ കിടക്കുന്നതേ ഉള്ളൂ മുമ്പോട്ട്. ഒന്നും ആയിട്ടില്ല. കാരണം ഈ ചില ക്യാമ്പസുകളിലേക്ക് ഇപ്പോ ജയരാജ് സാർ എന്നെ തുടക്കത്തിൽ പറഞ്ഞല്ലോ, എന്താണ് ഈ യാഥാർത്ഥ്യമൊന്നും അല്ല കാണിച്ചിരിക്കുന്ന സിനിമയില്. യാഥാർത്ഥ്യത്തിന്റെ അംശം പോലും സിനിമകളിൽ കണ്ടില്ലെന്നേ. യാഥാർത്ഥ്യത്തിന്റെ അംശം പോലും സിനിമകളിൽ കണ്ടിട്ടില്ല. പലരും പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമ്പസുകളിൽ നടക്കുന്ന ഇതിനും മുകളിലേക്കുള്ള പല കാര്യങ്ങളും. എന്തിന് ക്യാമ്പസ് എന്നൊക്കെ പറയുന്നത്? നമ്മൾ ക്യാമ്പസ് എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും കോളേജ് ക്യാമ്പസ് എന്ന് ചിന്തിക്കും. ഹൈസ്കൂൾ തലത്തിൽ നടക്കുന്നില്ലേ? ഇപ്പൊ ജോർജ് സാറിന് കൃത്യമായിട്ട് അറിയാമായിരിക്കുമല്ലോ. നമ്മളെല്ലാം കേരളം തന്നെ ചർച്ച ചെയ്ത കാര്യമാണ്. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി എന്തോ പേരൂർക്കടയിൽ ഒന്ന് ആത്മഹത്യ ചെയ്തില്ലേ? അതൊരു പോലീസുകാരന്റെ മകളെ. എത്രയോ കാലങ്ങളായിട്ട് കുട്ടി ഡ്രഗ്സ് ഉപയോഗിക്കായിരുന്നു. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. ഹൈസ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി എത്രയോ കാലങ്ങളായിട്ട് കേരളത്തിൽ ഡ്രഗ്സ് ഉപയോഗിക്കാൻ വളരെ സർവ്വസാധാരണമായിട്ട് കുട്ടിയുടെ കൈ കിട്ടാണ്. പെൺകുട്ടിയുടെ കയ്യില് ആരാ എത്തിച്ചു കൊടുക്കുന്നത്? ആരാ ഇവരെ മിസ്യൂസ് ചെയ്യുന്നത്? ആരാ ഇവരെ മരണത്തിലേക്ക് തള്ളിവിടുന്നത്? അപ്പൊ ഇതെല്ലാം തുടർച്ചയാണ്. അല്ലാണ്ട് ഇത് ഈ ഒരു ഭാഗം മാത്രം നമ്മൾ എടുത്തു വെച്ച് ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. ഇത് മുഴുവൻ നമ്മൾ ചർച്ച ചെയ്യണം. ഈ തലത്തിലേക്ക് കേരളത്തിന്റെ രാഷ്ട്രീയ പൊതുമണ്ഡലത്തിനെ മാറ്റി മറിച്ചിരിക്കുകയാണ് ഒരു സംവിധാനം. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി വിളിച്ചു പറയുന്നത് അനുസരിച്ചില്ല എങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് എന്നുള്ളത് തന്നെയല്ലേ വാസ്തവം. താങ്കളിലേക്ക് എത്താം. ശ്രീ യുവരാജ് ഗൂഗിൾ, നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ സ്കൂൾ തലം തൊട്ട് കണ്ടു വളരുന്ന അക്രമവാസന അത് വലുതാകുമ്പോൾ ഏത് രീതിയിലുള്ള ആക്രമണ പരമ്പര നടത്തിയാലും തങ്ങൾ സംരക്ഷിക്കപ്പെടും എന്നുള്ള തോന്നൽ ഉളവാക്കത്തക്ക വണ്ണമുള്ള രാഷ്ട്രീയ പിൻബലം, അതിൽ പിന്നെ അങ്ങ്
അതിൽ തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. പിന്നീട് അവർ ഒരുപക്ഷെ വലിയ ഗുണ്ടകളായി സമൂഹത്തിന്റെ വലിയ സാമൂഹ്യ വിരുദ്ധരായി തന്നെ മാറുന്ന ഒരു സാഹചര്യം. ഇവിടെ അതിന് ഒത്താശ ചെയ്യാൻ കൃത്യമായ രാഷ്ട്രീയ ഇടപെടലുകളുണ്ട്. കാരണം ഈ വളർന്നു വരുന്ന ഗുണ്ടകളും ക്രിമിനലുകളുമാണ് തങ്ങൾക്ക് കൊടിപിടിക്കാൻ വേണ്ടുന്നവർ എന്നുള്ളത് രാഷ്ട്രീയ മേലാളന്മാർക്കും നേതാക്കന്മാർക്കും ഒക്കെ അറിയാം. അവരതുകൊണ്ട് തന്നെ ഈ ചെറിയ കുട്ടികളിൽ നിന്ന് തുടങ്ങി രാഷ്ട്രീയം കലർത്തി അവരെ ഗുണ്ടകളാക്കി അവരുടെ മാത്രം ഉപയോഗത്തിനായി വളർത്തിക്കൊണ്ടുവരികയാണ് ഈ ഒരു യുവതലമുറയെ, സമൂഹത്തെ എന്ന് പറഞ്ഞാൽ തെറ്റു പറയാൻ കഴിയില്ലല്ലോ. ഇല്ല, നമുക്ക് അതിൽ തെറ്റ് പറയാൻ കഴിയില്ല. പക്ഷെ നമ്മൾ അതിലേക്ക് ആ വിഷയത്തിനെ കൊണ്ട് ചുരുക്കാൻ പറ്റില്ല. കാരണം ഇത് എല്ലാ കാലഘട്ടത്തിലും ഇതൊക്കെ എല്ലാവർക്കും ആവശ്യമുണ്ടായിരുന്ന കാര്യം തന്നെയാണ്. ഇത് 2023 2020 ശേഷമോ 2000-ങ്ങൾക്ക് ശേഷമോ അല്ല, അതിന് മുമ്പും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ആവശ്യമുണ്ടായിരുന്ന കാര്യങ്ങൾ തന്നെയാണ്. പ്രത്യേകിച്ച് ചില പർട്ടിക്കുലർ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് ആവശ്യമുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ സാഹചര്യം ആ രീതിയിലല്ല പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ അതിലേക്ക് ചുരുക്കി മാത്രം അതിനെ കാണുന്നതുകൊണ്ട് കാര്യമില്ല. കൊച്ചി പുറംകടലിൽ നിന്ന് കഴിഞ്ഞ വർഷം, ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് മെയ് 10 ആ ടൈമാണല്ലോ സംസാരിക്കുന്നത്. കൊച്ചി പുറംകടലിൽ നിന്ന് കഴിഞ്ഞ വർഷം മെയ് 15 13, 14, 15 ആ ടൈമിലായിട്ട് പിടികൂടിയിരിക്കുന്ന 25,000 കോടി രൂപയുടെ ഡ്രഗ്സ് ആണ്. അതിന്റെ പേരുകൾ പോലും എനിക്ക് പറയാനറിയില്ല, ആ തലത്തിലുള്ളതാണ്. അതിൽ തന്നെ ഒരുപാട് പിടിക്കപ്പെടുമെന്നായപ്പോൾ കടലിൽ കലക്കി കളഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടൊന്ന് വാർത്ത കണ്ടിരുന്നു. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം, 25,000 കോടി രൂപയുടെ ഡ്രഗ്സ് ഇവിടെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ, അത്രയ്ക്കുള്ള ധൈര്യം അവർക്ക് വരണം എന്നുണ്ടെങ്കിൽ, ഇവിടെ നമുക്ക് ലീഗലായിട്ട് പോലും ഒരു കാര്യം ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുമ്പോൾ നമ്മൾ 1000 ഫോർമാലിറ്റി ഫോളോ ചെയ്തിട്ടായിരിക്കും പോവുക. കാരണം അത് വളരെ ലീഗലായിട്ടാണ് കൊണ്ടുപോകുന്നെങ്കിൽ പോലും. അപ്പൊ ഇല്ലീഗലായിട്ട് ഒരു കാര്യം കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ 1 കോടി രൂപ ലീഗലായിട്ട് കൊണ്ടുപോവുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തുമാത്രം സുരക്ഷാ കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ടായിരിക്കും കൊണ്ടുപോയി, ഇത് ആരും തട്ടിപ്പറിച്ചുകൊണ്ട് പോയിരിക്കാൻ വേണ്ടി. അപ്പോൾ ഒരു 1 കോടി രൂപയുടെ കള്ളപ്പണം കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ 10 ഇരട്ടി നോക്കും. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. അപ്പൊ അതുപോലെ തന്നെയല്ലേ ഈ 25,000 കോടി രൂപയുടെ സാധനം കൊണ്ടുവരുമ്പോൾ. അപ്പൊ 25,000 കോടി രൂപയുടെ സാധനം വരുന്നതിന് മുമ്പ് അവര് 15,000-ന്റെ കൊണ്ടുവന്നിട്ടുണ്ടാവും, 10,000-ന്റെ കൊണ്ടുവന്നിട്ടുണ്ട്, 5,000 കൊണ്ടുവന്നിട്ടുണ്ട്, 1000 പല തവണ ഇത് കൊണ്ടുവന്ന് ഈ ടെസ്റ്റ് ഡോസുകളെല്ലാം വിജയിക്കുന്നത് കൊണ്ടാണല്ലോ ഇത്രയും ഹ്യൂജ് എമൗണ്ടിലേക്കുള്ള സാധനം കൊണ്ടുവരുന്നത്. ഇത് ആർക്കാണ് ഇവിടെ സപ്ലൈ ചെയ്യുന്നത്? ഇത്രയും ഹ്യൂജ് എമൗണ്ടിന്റെ സാധനം ഇവിടെ വന്നു കഴിയുമ്പോൾ ഇത് സപ്ലൈ ചെയ്യപ്പെടുന്നത് നമ്മുടെ നാട്ടിലും നമ്മുടെ ചെറുപ്പക്കാർക്കിടയിലേക്കാണ് ഇത് സപ്ലൈ ചെയ്യപ്പെടുന്നത്. എന്തുകൊണ്ട് ഇത്രയധികം സാധനം ഇവിടെ വിറ്റ് പോകുന്ന സാഹചര്യം ഉണ്ടാക്കുന്നു? അപ്പൊ ആ ഒരു അറ്റ്മോസ്ഫിയർ ആരാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്, ആ എക്കോസിസ്റ്റം ആരാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നുള്ളതെന്നാണ് നമ്മൾ നോക്കി പഠിക്കേണ്ടത്. ജയരാജ് സാർ പറയുന്നത് പോലെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുക എന്നുള്ളതല്ല. ഈ പറയുന്ന ഒരു പർട്ടിക്കുലർ കൈൻഡ് ഓഫ് രാഷ്ട്രീയത്തിന് വിളനില ഒരുക്കാൻ വേണ്ടിയിട്ട് ഈ അൾട്രാ ലെഫ്റ്റ് ലിബറലിസം ഇവിടെ പ്രോത്സാഹിപ്പിക്കപ്പെടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെയൊക്കെ വീടുകളിലെ കുട്ടികൾക്ക് നാളെ ഇത് സംഭവിച്ചേക്കാമെന്നുള്ളതാണ്. നമ്മളത് തീർച്ചയായിട്ടും തിരിച്ചറിയേണ്ടുന്ന ഒരു കാര്യമാണ്. ഇത് നമ്മളിതിപ്പോ ഗുണ്ട ആക്രമണം എന്നുള്ള തലത്തിലാണ് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത്. ഒരു കൊല്ലാവോ നമ്മുടെ ഡോക്ടർ വന്ദന കൊല്ലപ്പെട്ടിട്ട്, ഡോക്ടർ വന്ദനയെ ഹോസ്പിറ്റലിന്റെ അകത്ത് കയറിയിട്ട് കുത്തിക്കൊല്ലുന്ന സാഹചര്യം ഉണ്ടായിട്ട് അതെന്തുകൊണ്ടായിരുന്നു ഉണ്ടായത്? അതിലെ പ്രതിയും ഈ പറയുന്ന പോലെ തന്നെ മാരകമായ ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെട്ടിരുന്ന വ്യക്തിയാണ്. അപ്പൊ ഇത് കേരളത്തിലൊരു തുടർക്കഥയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരാളെ കൊല്ലുക എന്ന് പറയുന്നത്. കാരണം ഇതൊക്കെ ഒരു ബാറിൽ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വഴക്കുണ്ടായി എന്ന് പറയുന്നത് ഇത്രയും നിഷ്ഠൂരമായിട്ട് ഒരു വ്യക്തിയെ തല്ലിക്കൊല്ലാനുണ്ടായിരുന്ന സാഹചര്യമാണോ? ഇതേ പ്രതികള് കുറച്ച് നാളുകൾക്ക് മുമ്പ് അനന്തുവിനെ കൊല്ലും നമ്മൾ ചർച്ച ചെയ്താണ്. കുറച്ചു നേരത്തെ നിങ്ങൾ പറഞ്ഞോളൂ എത്രയും നിഷ്ഠൂരമായിട്ടാണ്. ഇതൊക്കെ ചെറിയ തരത്തിലുള്ള വാക്ക് തർക്കങ്ങളുടെ പേരിൽ അതൊരു ഈഗോ ആയിട്ട് മാറുന്നിട്ട് തല്ലിക്കൊല്ലുവാണ്. അപ്പൊ ഇവിടെ വിഷയം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന മാരകമായ ലഹരി വസ്തുക്കൾ ഈ നാട്ടിൽ ഒഴുക്കിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോ ഇതിനെതിരായിട്ട് സംസാരിക്കുന്നവന്മാരെ ആൾക്കാരെ മുഴുവനും കേശവമാരേക്ക് ചിത്രീകരിക്കുക, 70കളുടെ വസന്തങ്ങളാക്കി ചിത്രീകരിക്കുക, അനാവശ്യമായ പുരോഗമനവാദം, അനാവശ്യ വിഷയങ്ങളിൽ, ആവശ്യമുള്ള വിഷയങ്ങളിലല്ല എന്നാൽ പുരോഗതിയിലേക്ക് പോകുന്ന എല്ലാ കാര്യങ്ങൾക്കും ഇവർ എതിരുമാണ്. ഇപ്പൊ ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു സാധനം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിനെതിരാണ്, മേക്ക് ഇൻ ഇന്ത്യ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിനെതിരാണ്. ഇപ്പൊ പുരോഗതി, യഥാർത്ഥ പുരോഗതി ആയിട്ടുള്ള സകലതിനെതിരാണ്. പകരം ഇല്ലാത്ത ഒരു പുരോഗമനവാദം കൊണ്ടുവരിക. ഇപ്പോ ബാംഗ്ലൂർ സിറ്റി ഇരിക്കുന്നുണ്ട്, മുംബൈ സിറ്റി ഉണ്ട്, അഹമ്മദാബാദ് സിറ്റി ഉണ്ട്. ഈ പറയുന്ന സിറ്റികളിൽ എല്ലാത്തിലും നൈറ്റ് ലൈഫ് എന്ന് പറയുന്ന ഒരു സാധനം അതിന്റെയൊക്കെ അവിഭാജ്യ ഘടകങ്ങളാണ്. ഈ നൈറ്റ് ലൈഫുകൾ വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടുന്നുണ്ട്, യുവത്വം അവിടെ വരുന്നുണ്ട്, വന്നു പോകുന്നുണ്ട്. പക്ഷെ കേരളത്തിലേക്ക് നൈറ്റ് ലൈഫ് കൊണ്ടുവരുമ്പോൾ മാത്രം അതിനെ കൊണ്ടുവന്നിരിക്കുന്നത് ചില പർട്ടിക്കുലർ കൈൻഡ് ഓഫ് രാഷ്ട്രീയത്തിൽ പൊതിഞ്ഞിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. എന്താണ് വന്നതിന് ശേഷം സംഭവിച്ചത്? അവിടെ സ്ഥിരം അടി, ഒരാൾ മറ്റൊരാളുടെ കഴുത്തിന് കുത്തിപ്പിടിക്കുക, ഒരുത്തനവനെ മറ്റവനെ മറിച്ചിട്ടടിക്കുക, ഓടിച്ചിട്ടടിക്കുക, അത് ആൾക്കാർ കണ്ടു നിൽക്കുക, പോലീസ് കണ്ടു നിൽക്കുക എന്നല്ല, ഈ തരത്തിലേക്ക് ആ സാധനത്തിനെ കൊണ്ടുവരികയാണ്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ കേരളത്തിൽ മാത്രം സംഭവിക്കുന്ന സാഹചര്യം ഉള്ളത്? ഈ പറയുന്ന നൈറ്റ് ലൈഫ് ഉള്ള മറ്റ് സ്ഥലങ്ങളിലൊന്നും ഈ തലത്തിലേക്കല്ലല്ലോ ആ സാധനം പോയിരിക്കുന്നത്. അപ്പൊ അതാ ഞാൻ പറയുന്നത്, പുരോഗതി അല്ല ഇവിടെ സംഭവിക്കുന്നത്. പുരോഗമനം എന്നുള്ള പേരില് ചില പർട്ടിക്കുലർ കൈൻഡ് ഓഫ് രാഷ്ട്രീയത്തിന്റെ വേമ്പൊടി ചേർത്തുകൊണ്ട് ആൾക്കാരെ വഴിതെറ്റിക്കുക എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്സ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ്? അത് അവരുടെ പൊളിറ്റിക്സിന് വെള്ളനില ഒരുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഇത് കൃത്യമായ ബോധ്യത്തോടു കൂടി ചെയ്യുന്നതാണെന്നേ, അതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അല്ലാണ്ട് വെറുതെ ഒന്നും സംഭവിക്കില്ല. ഇപ്പൊ ഇത്രയും കോടി രൂപയുടെ ഡ്രഗ്സ് കൊച്ചി പുറംകടലിൽ വരണമെന്നുണ്ടെങ്കിൽ, അത് ഇവിടെ വിറ്റ് പോകണമെന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയമായ ക്ലൗട്ട് ഉള്ളത് കൊണ്ടാണ്, അവർക്ക് ആ കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടാണ് ഇത് കൊണ്ടുവരുന്നത്. ഇത് ലൂസിഫർ സിനിമ വെറുതെ അങ്ങ് സംഭവിച്ചു പോയതല്ല എന്നാണ് എനിക്കിപ്പോ തോന്നുന്നത്. അതൊരു തരം പ്രവചനാത്മകമായിട്ട് സംഭവിച്ചു പോയതായിട്ടാണ് എനിക്കിപ്പോ ഫീൽ ചെയ്യുന്നത്. ഇത്രയും സാക്ഷരതയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന
കേരളത്തിൽ ഇത് എന്തുകൊണ്ട് എന്നുള്ളത്. നേരത്തെ ശ്രീ യുവരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവനന്തപുരം വെള്ളയമ്പലത്തെ മാനവീയം വീഥിയിൽ നൈറ്റ് ലൈഫ് തുടങ്ങിയതിനു ശേഷം എത്ര കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്? തമ്മിലടിയും കത്തിക്കുത്തുമായി ഒരു ദിവസം പോലുമില്ല അവിടെ കോലാഹലങ്ങൾ ഇല്ലാത്തത്. അപ്പോൾ കേരളത്തിൽ ഇത്തരം ഗുണ്ടാവിളയാട്ടങ്ങൾ സർവ്വസാധാരണമായി നടക്കുന്നു. അതിന് ഒത്താശ രാഷ്ട്രീയക്കാരുടെ ഭാഗത്തു നിന്നാണ്. അതിന് വേണ്ടി പോലീസ് ബലിയാടാകുന്നു, പോലീസിന് മേൽ അമിത സമ്മർദ്ദം വരുന്നു എന്ന് തന്നെയല്ലേ പറയേണ്ടത്? ഈ മാനവീയ വീതിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതിന്റെ കാര്യം, അതിനു മുമ്പ് എനിക്ക് 2-3 കാര്യങ്ങൾ കൂടെ പറയാനുണ്ട്. ഒന്ന്, ഈ അൾട്രാ ലെഫ്റ്റ് ലിബറലിസം എന്നും പിന്നെ ഒക്കെ ഇവിടെ യുവരാജ് ഗോകുൽ പറഞ്ഞത് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായില്ല. അത് ഈ ടുക്കഡെ ഗ്യാങ് എന്നും പിന്നെ അർബൻ നക്സലൈറ്റ് എന്നൊക്കെ പറഞ്ഞ പോലുള്ള ഇനി കേരളത്തിന് വേണ്ടി ഉണ്ടാക്കിയ പുതിയ പ്രയോഗമാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കേരളത്തിലല്ല, ഇന്ത്യയിലെ ഏറ്റവും വലിയ മയക്കുമരുന്ന് വേട്ട നടന്നത് ഗുജറാത്തിലെ അംബാനിയുടെ സീപോർട്ടിലാണ്. അത് യുവരാജ് മറന്നു പോകരുത്. അങ്ങനെ പല പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ വ്യാപകമായ തോതിൽ ഇതിന്റെ ഈ പല 350 കോടിയുടെ ജയരാജ് സാറേ 350 കോടിയുടെ ജയരാജ് സാറേ 350 കോടി രൂപയുടെ കേരളത്തിൽ നടന്ന 25,000 കോടി രൂപയുടെയാണ്. കേരളത്തിൽ നടന്നത് 25,000 കോടി രൂപയുടെയാണ്. ഇനി നാളെ വിഴിഞ്ഞം കടപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ വിഴിഞ്ഞം തുറമുഖത്തിൽ വന്നാൽ നിങ്ങൾ അദാനിയുടെ തല വെക്കോ? അല്ലല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നാളെ വിഴിഞ്ഞം തുറമുഖത്ത് വന്നാൽ അത് അദാനിയുടെ തലയിൽ വെക്കോ? നാണമില്ലേ സാറേ ഇതിനൊക്കെ ചുമ്മാ പോയിട്ട് ആവശ്യമില്ലാത്തവരുടെയൊക്കെ പേര് പറയാൻ വേണ്ടിയിട്ട്? ഒരു തുറമുഖത്ത് കൊണ്ടുവന്നു, അത് അയച്ചവന്റെ അല്ല നിങ്ങളുടെ പ്രശ്നം, ആ തുറമുഖ നടത്തിപ്പുകാരുടെയാണ് നിങ്ങളുടെ പ്രശ്നം. കഷ്ടമാണ് കേട്ടോ. നാളെ ഇപ്പൊ വിഴിഞ്ഞം തുറമുഖത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആരുടെ പറയെ പോകും? നമ്മൾ പിണറായി വിജയന്റെ പറയെ പോകും, അദാനിയുടെ പറയെ പോകും? കേരളത്തിൽ മാത്രമല്ല നടക്കുന്നതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. കേരളത്തിൽ മാത്രമല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അപ്പൊ കരിപ്പൂർ എയർപോർട്ടിൽ സ്വർണ്ണക്കടത്ത് വരുമ്പോൾ നമ്മൾ ആരുടെ പറയാൻ പോകണ്ടേ? നാളെ കൊച്ചിൻ എയർപോർട്ടിൽ സ്വർണ്ണക്കടത്ത് നടന്നാൽ ആരുടെ പറയാൻ പോകണ്ടേ?